പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ഇനി മുതൽ ചാനൽ നമ്പർ 10-ലായിരിക്കും ലഭ്യമാകുക. പ്രേക്ഷകർ സദയം സഹകരിച്ചാലും. ആറന്മുള ഉത്രട്ടാതി വള്ളങ്ങളുടെ ഭാഗമായുള്ള ജലഘോഷയാത്ര അല്പസമയത്തിനകം തുടങ്ങും. AB വിഭാഗങ്ങളായ 50 പള്ളിയോടങ്ങൾ ഇത്തവണ മത്സര വള്ളംകളിക്ക് മാറ്റുരയ്ക്കുന്നുണ്ട്. അജീഷ് ജയകുമാർ ചേരുന്നു. അജീഷ്, ജലപൂരത്തിന് 50എങ്കിൽ ജലഘോഷയാത്രയ്ക്ക് 50-ലധികം പള്ളിയോടങ്ങളുണ്ട്. എത്രത്തോളം വർണ്ണാഭമായ ഒരു കാഴ്ചയ്ക്കാണ് അല്പസമയത്തിനകം അജീഷ് ഇവിടെ എത്രത്തോളം വർണ്ണാഭമായ ഒരു കാഴ്ചയ്ക്കാണ് അവിടെ എന്താണ് ആ ജലപ്പരപ്പ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്? അശ്മി, നമ്മളിവിടെ രാവിലെ വരുന്ന നമ്മളിവിടെ രാവിലെ വന്ന സമയത്തെന്ന് പറയുമ്പോൾ ഈ പമ്പയുടെ ഇരു കരകളിലും ആളുകൂട്ടമൊന്നും ഇല്ലായിരുന്നു. അതുപോലെ പള്ളിയോടങ്ങളൊക്കെ തന്നെ ആളൊഴിഞ്ഞ് കിടക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഉച്ചയോടെ നടക്കുന്ന സമയത്ത് ജലഘോഷയാത്ര തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് പമ്പയുടെ ഇരു കരകളിലും മനുഷ്യാരവമാണ്. പൂർണ്ണമായിട്ടും മനുഷ്യരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. നമ്മളിപ്പോൾ സത്രക്കടവിലാണ് നിൽക്കുന്നത്. ഈ സത്രക്കടവിന്റെ ഒരു ഭാഗത്ത് നമ്മൾ കാണുന്നത് പോലെ 50 പള്ളിയോടങ്ങൾ നിരന്നു നിൽക്കുകയാണ്. 51 പള്ളിയോടങ്ങളാണ് ജലഘോഷയാത്രയിൽ പങ്കെടുക്കാൻ പോകുന്നത്. ഈ 51 പള്ളിയോടങ്ങൾ ഇതിന് തൊട്ട് മുൻപായി ജലഘോഷയാത്ര തുടങ്ങുന്നതിന് തൊട്ട് മുൻപായി തിരുവോണത്തോണി ഈ സത്രക്കടവിൽ നിന്ന് പുറപ്പെട്ട് തിരുവാറന്മുളയപ്പന്റെ സന്നിധിയിലേക്ക് പോകും. അതിനുശേഷം ഈ ഓരോ ദേശക്കാരുടെ കരക്കാരുടെ പള്ളിയോടങ്ങളും അതുവഴി പിന്നാലെ പോയി ഇതിന്റെ പരപ്പുഴക്കടവിൽ ഇതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലെത്തും. പരപ്പുഴക്കടവിൽ നിന്ന് പിന്നീട് ഒരുമിച്ചാണ് ജലഘോഷയാത്ര തുടങ്ങുന്നത്. നമ്മൾ ചരിത്രത്തിൽ ലോകത്തിൽ തന്നെ ഇതുപോലൊരു മനോഹരമായ ഒരു ദൃശ്യം കണ്ടിട്ടുണ്ടാവില്ല. എന്തായാലും ശ്രീജിത്ത് കൂടെയുണ്ട്. ശ്രീജിത്തിനായിരിക്കും ഒരുപക്ഷെ ഇക്കാര്യത്തിലൊക്കെ കൂടുതൽ അറിവുള്ളത്. ശ്രീജിത്തെ, ഇപ്പൊ പുത്തൻ പള്ളിയോടങ്ങളുണ്ട്, പഴയ ചരിത്രം അല്ലെങ്കിൽ ഒരുപാട് വർഷം പഴക്കമുള്ള പള്ളിയോടങ്ങൾ വരെയുണ്ട്. ഇനി നമ്മൾ എന്തൊക്കെ ചടങ്ങുകളാണ് ഇനി ബാക്കിയുള്ള? ആചാര പെരുമയുടെ ഒരു ജല ഉത്സവം തന്നെയാണ് ആറന്മുള ഉത്രട്ടാതി വള്ളം, അല്ലേ? തീർച്ചയായും ആചാരപ്പെരുമ എന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റ് പല കാര്യങ്ങളുമുണ്ട്. അതായത് ഈ വള്ളങ്ങൾ ആദ്യം 6-7 കരകൾ മാത്രമായി ഉണ്ടായിരുന്നത് പിന്നീട് വിവിധ കരകളായി മാറി. അതിനുശേഷം അത് ഒരു ജലോത്സവമായി, പിന്നീട് അത് വള്ളംകളിയായി മാറി. അതിന് ഒരു മതസൗഹാർദ്ദത്തിന്റെ ഒരു ചരിത്രം കൂടിയുണ്ട്. മാരാമണ്ണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ രീതിയിൽ അതൊരു ക്രൈസ്തവ സമൂഹത്തിന്റെ ഒക്കെ കൃത്യമായ അടിത്തറയൊക്കെ ഉള്ള ഒരു മേഖലയിൽ നിന്നാണ് ആ പ്രദേശം വരുന്നത്. ഇതിന് തൊട്ട് ഓപ്പോസിറ്റ് മേഖലയാണ്. അപ്പോൾ ഒരു മതസൗഹാർദ്ദത്തിന്റെ കൂടി ഒരു ചരിത്രം ഇതിന് നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇനിയുള്ള ചടങ്ങുകൾ അല്പസമയം, നമ്മളിപ്പോൾ ആറന്മുളയിൽ മറ്റ് ജലോത്സവങ്ങൾ പോലെയല്ല, ആറന്മുളയിൽ കുറച്ചുകൂടി വൈകാരികമായ കാര്യങ്ങളാണ്. അവർ ആ ഒരു ആചാര പെരുമയൊക്കെ കൃത്യമായ രീതിയിൽ കാത്തുസൂക്ഷിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ്. അപ്പോൾ അവർ അതിനനുസരിച്ച് ഇപ്പോൾ തന്നെ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അങ്ങോട്ട് എത്തിച്ചേരണം എന്ന് അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ പള്ളിയോടങ്ങൾ ഭൂരിപക്ഷവും അവിടെ നിന്നും ഇവിടുന്നൊക്കെ വന്നുകൊണ്ടേയിരിക്കുന്നുള്ളൂ. പക്ഷേ പള്ളിയോടങ്ങൾ പൂർണ്ണമായി എത്തിച്ചേർന്നാൽ മാത്രമേ ജലഘോഷയാത്ര ആരംഭിക്കുള്ളൂ. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ 52 കരകൾ, ഈ 52 വല്ലപ്പുഴശ്ശേരിയും അതുപോലെ തന്നെ അത്തരത്തിലുള്ള കരകളൊക്കെ അടങ്ങിയ 52 കരകൾ പൂർണ്ണം. ഇതപ്പോൾ മേലുവരയുടെ പേര് അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മേലുവര ഇതുവരെ എത്തിയിട്ടില്ല. പക്ഷേ മേലുവര ഇവിടെ എത്തിയാൽ മാത്രമേ ഇത് തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരെ കൂടി ഇതിൽ പ്രാതിനിധ്യം ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ആ അനൗൺസ്മെന്റ് നടക്കുന്നത്. അങ്ങനെ ഓരോ പള്ളിയോടങ്ങളുടെയും പേര് പറഞ്ഞ് സംഘാടകർ വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ ഇതിന്റെ കമ്മിറ്റി, ലൈസൻസ് കമ്മിറ്റിയുടെ വൈസ് ചെയർമാൻ കൃഷ്ണകുമാർ അടക്കം വീണ്ടും ഓരോ സ്ഥലങ്ങളിൽ പോയി പള്ളിയോടങ്ങളെ പൂർണ്ണമായി ഇങ്ങോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്ന കാഴ്ചയൊക്കെ കാണാം. കാരണം ഈ ജലഘോഷയാത്രയിൽ 52 പള്ളിയോടങ്ങളും പങ്കെടുക്കണം. അത് ആറന്മുളയുടെ ഒരു ആവശ്യം കൂടിയാണ്. ഈ കരകളുടെ മുഴുവൻ ഒരു സമൃദ്ധിക്ക് വേണ്ടിയിട്ടാണ് എന്നൊക്കെ ഒരു വിശ്വാസമാണ്. വഞ്ചിപ്പാട്ടൊക്കെ പാടി തുഴഞ്ഞ് പോകുന്നത്. പക്ഷേ മത്സര വള്ളംകളി അങ്ങനെയല്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അജീഷിനറിയാം, ഒരിക്കലും പടിഞ്ഞാറ് എന്ന് പറഞ്ഞാൽ പ്രധാനമായും ആലപ്പുഴയാണ് വള്ളംകളിയുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം. ആ മേഖലയിൽ നിന്നുള്ള ആരെയും തന്നെ കൊണ്ടുവന്ന് വെളിയിറക്കി കഴിഞ്ഞാൽ പിന്നെ ബാൻഡാണ്. വെളിയിറക്കിയ പണി പാളും. അങ്ങനെ പണി പാളിയ ആളുകൾ ഇത്തവണ പുറത്തിരിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ അതിന് മുൻപത്തെ തവണയൊക്കെ വിന്നേഴ്സ് ആയിരുന്ന ആളുകളൊക്കെ തന്നെ ഇത്തവണ പുറത്തിരിക്കുന്ന ഒരു കാഴ്ച. അപ്പോൾ ഒരു വർഷത്തെ വിലക്കാണ്. പക്ഷേ ഇത്തവണയും നേരത്തെ നമ്മൾ സംസാരിച്ച സമയത്ത് സംഘാടകർ പറഞ്ഞത് കൃത്യമായ രീതിയിൽ ആളുകളുണ്ട് എന്നാണ്. എന്തായാലും നല്ല രീതിയിൽ നടക്കും. ജഡ്ജസൊക്കെ ബോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങുന്നുണ്ട്. ആദ്യം ജലഘോഷയാത്ര, അല്പസമയത്തിനകം അത് ആരംഭിക്കും. അതിനുശേഷം മത്സരം. അപ്പൊ ഇതാ പൊതുസമ്മേളനം തുടങ്ങാൻ പോവുകയാണ്. ധനമന്ത്രി കെ.എൻ. ബാലഗോപാലുണ്ട്, കേന്ദ്ര സഹമന്ത്രി വരുന്നുണ്ട്, അതേപോലെ തന്നെ ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ്. ഇവർ 3 മന്ത്രിമാരും കൂടി ചേർന്നാണ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. അതിനുശേഷമായിരിക്കും ജലഘോഷയാത്ര തുടങ്ങുന്നത്, ജലപൂരം തുടങ്ങുക. ഹാഷ്മി. ഓക്കെ, അജീഷ് ജയകുമാറാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ജലഘോഷയാത്ര അല്പസമയത്തിനും തുടങ്ങാൻ പോകുന്നു. ഏറ്റവും ഗംഭീരമാണ്, ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയാണത്. ഒരു തികച്ചും വർണ്ണാഭമായ കാഴ്ച എന്ന് തന്നെ പറയാം. ഇവിടെ അസ്മാബി ചോദിക്കുന്നു, ആഷ്മിയുടെ നാട്ടിലല്ലേ വള്ളംകളി നടക്കുന്നത്, കാണാൻ എന്തെങ്കിലും പോയിട്ടുണ്ടോ? എൻ്റെ നേരിട്ട് നാട്ടിലല്ലെങ്കിൽ കൂടിയും സ്ഥിരമായി പോയിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ജോലി തിരക്ക് എറണാകുളം, കൊച്ചി എന്നൊക്കെ കുറേ നാളായിട്ട് പോകാൻ പറ്റിയിട്ടില്ല. വേറൊരു പ്രേക്ഷക സനിത പറയുന്നു, ആർക്ക് വേണ്ടിയാണ് ഈ തിരച്ചിൽ നാടകം? പലപ്പോഴും ഇങ്ങനെ കാണിച്ചു പോവുക ഒരു തീരുമാനമാവുകയുമില്ല. പാവം അർജുൻ എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ അർജുൻ എന്തുണ്ടായി, എന്താണ് സംഭവിച്ചത് എന്ന് എന്തെങ്കിലും ഒരു സൂചന കിട്ടേണ്ടത് അറ്റ്ലീസ്റ്റ് ആ വീട്ടുകാരുടെയെങ്കിലും അവരുടെ അവകാശമാണ്.
അതിൽ ഈ ഡ്രഡ്ജറിൽ ഒരു പരിഹാരം ഉണ്ടാകും, ഈ ഡ്രഡ്ജർ പരിശോധനയിൽ ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് ആത്മാർത്ഥമായി പ്രതീക്ഷിക്കാം അല്ലേ?